അധ്യായം 16 സൂറത്തു നഹ്ൽ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 128. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹ് സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അല്ലാഹുവിന്റെ വിധി ഇതാ എത്തിക്കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അതിന് ധൃതി കൂട്ടേണ്ട. അവർ അല്ലാഹുവിനോട് ആരെയെല്ലാം പങ്കുചേർക്കുന്നുണ്ടോ അവരിൽ നിന്നെല്ലാം അവൻ പരിശുദ്ധനും ഉന്നതനുമാകുന്നു. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറൂ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് എന്നെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുക എന്നുള്ള സന്ദേശവും കൊണ്ട് തന്റെ അടിമകളിൽ ഉദ്ദേശിക്കുന്നവരുടെ അടുക്കലേക്ക് വേണ്ടുകയോടെ അല്ലാഹു മലക്കുകളെ അയക്കുന്നു. ഖലഖസ് സമാവാതി വൽ അർദ ബിൽ ഹഖ് തആലാ അമ്മാ യുശ്രികൂൻ. അല്ലാഹു ആകാശഭൂമികളെ യുക്തിപൂർവം സൃഷ്ടിച്ചിരിക്കുന്നു, അവർ പങ്കുചേർക്കുന്നവരിൽ നിന്നും അവൻ ഉന്നതനാണ്. ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഒരു തുള്ളി ഇന്ദ്രിയത്താൽ അവൻ മനുഷ്യനെ പടച്ചു, എന്നിട്ട് അവനതാ വ്യക്തമായ എതിർവാദിയായി തീർന്നിരിക്കുന്നു. വൽ അൻആമ ഖലഖഹാ ലകും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. നാൽക്കാലികളെ അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, അവയിൽ ചൂടാക്കുന്ന സാധനങ്ങളും മറ്റു പല പ്രയോജനങ്ങളുമുണ്ട്. ചിലതിന്റെ മാംസം നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. വലകും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. അവയെ ആലയിലേക്ക് കൊണ്ടുവരുമ്പോഴും മേച്ചിൽ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്കവയിൽ വലിയ കൗതുകമുണ്ട്. വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനൂ ബാലിഗീഹി ഇല്ലാ ബിശിഖ്ഇൽ അൻഫുസ് ഇന്ന റബ്ബകും ലറഊഫുർ റഹീം. ശരീരം വളരെ ക്ഷീണിക്കുന്നതോടുകൂടിയല്ലാതെ എത്തിച്ചേരാൻ കഴിയാത്ത ചില ദൂരസ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ ചുമടുകളെ അവ വഹിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളുടെ റബ്ബ് വളരെ ദയാലുവും പരമകാരുണികനുമത്രേ. വൽഖൈല വൽബിഗാല വൽഹമീറ ലിതർകബൂഹാ വസീനഹ വയഖ്ലുഖു മാ ലാ തഅലമൂൻ. കുതിരകളെയും കോവർ കഴുതകളെയും നിങ്ങളുടെ വാഹനാവശ്യത്തിനും അലങ്കാരത്തിനുമായി അവൻ പടച്ചു. നിങ്ങൾക്കറിയാത്ത വസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുന്നുണ്ട്. വഅലല്ലാഹി ഖസ്ദുസ് സബീലി വമിൻഹാ ജാഇർ വലൗ ശാഅ ലഹദാകും അജ്മഈൻ. നേർമാർഗം വ്യക്തമാക്കി കൊടുക്കൽ അല്ലാഹുവിന്റെ അനുഗ്രഹം മൂലം കർത്തവ്യമാണ്. മാർഗങ്ങളിൽ ചിലത് വളഞ്ഞതാകുന്നു. താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരെയും അവൻ നേർവഴിയിലാക്കിയിരുന്നേനെ. ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ ലകും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ. നിങ്ങൾക്ക് വേണ്ടി ആകാശത്തു നിന്ന് മഴ വർഷിച്ചു തന്നവനാണ് അവൻ. അതിൽ നിന്ന് നിങ്ങൾ കുടിക്കുന്നു. നിങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കാൻ പറ്റുന്ന ചെടികളും സസ്യങ്ങളും അതുമൂലം മുളച്ചുണ്ടാകുകയും ചെയ്യുന്നു. ينبت لكم به الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون.
നിങ്ങൾക്കവൻ കൃഷി, ഒലിവുമരം, ഈത്തപ്പന, മുന്തിരിവള്ളി എന്നിവയും മറ്റു പല പഴവർഗ്ഗങ്ങളെയും അതുമൂലം ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു. നിശ്ചയമായും ചിന്തിക്കുന്ന ജനതയ്ക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. وَسَخَّرَ لَكُمُ اللَّيْلَ وَالنَّهَارَ وَالشَّمْسَ وَالْقَمَرَ وَالنُّجُومُ مُسَخَّرَاتٌ بِأَمْرِهِ إِنَّ فِي ذَلِكَ لَآيَاتٍ لِقَوْمٍ يَعْقِلُونَ. അവൻ രാപ്പകലുകളെയും സൂര്യചന്ദ്രന്മാരെയും നിങ്ങൾക്കായി വിധേയമാക്കി വെച്ചിരിക്കുന്നു. അവന്റെ കൽപ്പനയാൽ നക്ഷത്രങ്ങളും നിങ്ങൾക്ക് വേണ്ടി കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്ക് അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട് തീർച്ച. وَمَا ذَرَأَ لَكُمْ فِي الْأَرْضِ مُخْتَلِفًا أَلْوَانُهُ إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَذَّكَّرُونَ. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ അവൻ സൃഷ്ടിച്ച വിഭിന്ന വർണ്ണങ്ങളിലുള്ള വിവിധ വസ്തുക്കളെയും വഴിപ്പെടുത്തി തന്നിരിക്കുന്നു. തീർച്ചയായും ഓർമ്മിക്കുന്ന ജനതയ്ക്ക് അതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. وَهُوَ الَّذِي سَخَّرَ الْبَحْرَ لِتَأْكُلُوا مِنْهُ لَحْمًا طَرِيًّا وَتَسْتَخْرِجُوا مِنْهُ حِلْيَةً تَلْبَسُونَهَا وَتَرَى الْفُلْكَ مَوَاخِرَ فِيهِ وَلِتَبْتَغُوا مِنْ فَضْلِهِ وَلَعَلَّكُمْ تَشْكُرُونَ. സമുദ്രത്തെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നതും അവനാണ്. നിങ്ങൾ അതിൽ നിന്ന് പുതിയ മാംസം ഭക്ഷിക്കുവാനും ഭംഗിക്ക് ധരിക്കുവാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുവാനുമായി സമുദ്രം പിളർന്ന് കപ്പൽ സഞ്ചരിക്കുന്നത് താങ്കൾക്ക് കാണാം. നിങ്ങൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് തേടുവാനും നന്ദി കാണിക്കുവാനും വേണ്ടിയും. وَأَلْقَى فِي الْأَرْضِ رَوَاسِيَ أَن تَمِيدَ بِكُمْ وَأَنْهَارًا وَسُبُلًا لَعَلَّكُمْ تَهْتَدُونَ. ഭൂമി നിങ്ങളെയും കൊണ്ട് ചാഞ്ഞുപോകാതിരിക്കുവാനായി ഉറച്ച പർവ്വതങ്ങളെ അവനതിൽ സ്ഥാപിച്ചു. നദികളെയും വഴികളെയും അതിൽ അവനുണ്ടാക്കിയിരിക്കുന്നു നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ. وَعَلَامَاتٍ وَبِالنَّجْمِ هُمْ يَهْتَدُونَ. പല അടയാളങ്ങളെയും അവൻ സ്ഥാപിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ കൊണ്ടും അവർ വഴി മനസ്സിലാക്കുന്നുണ്ട്. أَفَمَن يَخْلُقُ كَمَن لَّا يَخْلُقُ أَفَلَا تَذَكَّرُونَ. അപ്പോൾ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവനെ പോലെ ആകുമോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا إِنَّ اللَّهَ لَغَفُورٌ رَّحِيمٌ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുന്ന പക്ഷം അവ തിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. അള്ളാഹു വളരെ പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാണ്. وَاللَّهُ يَعْلَمُ مَا تُسِرُّونَ وَمَا تُعْلِنُونَ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. وَالَّذِينَ يَدْعُونَ مِن دُونِ اللَّهِ لَا يَخْلُقُونَ شَيْئًا وَهُمْ يُخْلَقُونَ. അള്ളാഹുവിനെ വിട്ടവർ ആരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അവ യാതൊരു വസ്തുവിനെയും സൃഷ്ടിക്കുന്നില്ല. അവ തന്നെ സൃഷ്ടിക്കപ്പെട്ടവയാണ് താനും. أَمْوَاتٌ غَيْرُ أَحْيَاءٍ وَمَا يَشْعُرُونَ أَيَّانَ يُبْعَثُونَ. നിർജീവ വസ്തുക്കളാണവ, ജീവനുള്ളവയല്ല. അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതെപ്പോൾ എന്ന് അവ അറിയുകയുമില്ല. إِلَٰهُكُمْ إِلَٰهٌ وَاحِدٌ فَالَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ قُلُوبُهُم مُّنكِرَةٌ وَهُم مُّسْتَكْبِرُونَ. നിങ്ങളുടെ ഇലാഹ് ഏക ഇലാഹാണ്. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ സത്യം നിഷേധിക്കുന്നവയും അവർ അഹങ്കാരികളുമാകുന്നു. لا جرم أن الله يعلم ما يسرون وما يعلنون إنه لا يحب المستكبرين. നിസ്സംശയം അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. അവൻ അഹങ്കാരികളെ ഒരിക്കലും സ്നേഹിക്കുകയില്ല. وَإِذَا قِيلَ لَهُم
ماذا أنزل ربكم قالوا أساطير الأولين. നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചതെന്താണെന്ന് അവരോട് ചോദിച്ചാൽ പൂർവീകരുടെ കെട്ടുകഥകൾ തന്നെ എന്നവർ പറയും. ليحملوا أوزارهم كاملة يوم القيامة ومن أوزار الذين يضلونهم بغير علم ألا ساء ما يزرون. അതിന്റെ ഫലമാവട്ടെ പുനരുത്ഥാന ദിവസം അവരുടെ സർവ്വപാപങ്ങളും അജ്ഞത മൂലം തങ്ങൾ വഴിപിഴച്ചവരുടെ പാപങ്ങളിൽ ഒരു ഭാഗവും അവർ വഹിക്കുക എന്നതാണ്. അറിയുക, അവർ വഹിക്കുന്ന ഭാരം വളരെ ചീത്തയായതു തന്നെ. قد مكر الذين من قبلهم فأتى الله بنيانهم من القواعد فخر عليهم السقف من فوقهم وأتاهم العذاب من حيث لا يشعرون. ഇവർക്ക് മുമ്പുള്ളവരും ചില ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ തന്ത്രസൗധങ്ങളുടെ അടിത്തറ തന്നെ അള്ളാഹു കുഴക്കിക്കളയുകയും അതിന്റെ മേൽത്തട്ട് അവരുടെ മേൽ തന്നെ ഇടിഞ്ഞു വീഴുകയുമുണ്ടായി. ഓർക്കാപ്പുറത്താണ് ശിക്ഷ അവർക്ക് വന്നെത്തിയത്. ثم يوم القيامة يخزيهم ويقول أين شركائي الذين كنتم تشاقون فيهم قال الذين أوتوا العلم إن الخزي اليوم والسوء على الكافرين. പിന്നീട് പുനരുത്ഥാന ദിവസം അല്ലാഹു അവരെ അപമാനിക്കുന്നതും എന്റെ പങ്കുകാരാണെന്ന് വാദിച്ചുകൊണ്ട് ആരുടെ കാര്യത്തിൽ സത്യവിശ്വാസികളുമായി നിങ്ങൾ തർക്കിച്ചിരുന്നുവോ അവർ എവിടെ എന്നവർ ചോദിക്കുന്നതുമാകുന്നു. ഇന്നേ ദിവസം അപമാനവും ശിക്ഷയും സത്യനിഷേധികൾക്കാണ് എന്ന് അറിവ് ലഭിച്ചവർ പറയുന്നതാണ്. الذين تتوفاهم الملائكة ظالمي أنفسهم فألقوا السلم ما كنا نعمل من سوء بلى إن الله عليم بما كنتم تعملون. അതായത് തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ ആരെ മരണപ്പെടുത്തിയിട്ടുണ്ടോ അവർക്ക് അന്നേരം ആ സത്യനിഷേധികൾ ഞങ്ങൾ യാതൊരു കുറ്റവും ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കീഴടങ്ങും. തത്സമയം മലക്കുകൾ പറയും, അങ്ങനെയല്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു തികച്ചും അറിയുന്നവനാണ്. أبواب جهنم خالدين فيها فلبئس مثوى المتكبرين. അതുകൊണ്ട് നരകത്തിന്റെ വാതിലുകൾ കടന്ന് ശാശ്വതമായി അതിൽ താമസിച്ചു കൊള്ളുക. അഹംഭാവികളുടെ വാസസ്ഥലം വളരെ ചീത്ത തന്നെ. وقيل للذين اتقوا ماذا أنزل ربكم قالوا خيرا للذين أحسنوا في هذه الدنيا حسنة ولدار الآخرة خير ولنعم دار المتقين. നിങ്ങളുടെ റബ്ബ് എന്താണ് അവതരിപ്പിച്ചത് എന്ന് ഭക്തന്മാരോട് ചോദിക്കപ്പെടും. നല്ല സന്ദേശമാണ് അവൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നവർ മറുപടി നൽകും. നന്മ ചെയ്തവർക്ക് ഈ ലോകത്ത് തന്നെ വലിയ പ്രതിഫലമുണ്ട്. പരലോക ഭവനമാകട്ടെ ഇതിനേക്കാൾ ഉത്തമമാണ് താനും. മുത്തക്കികളുടെ ഭവനം ഏറ്റവും ഉത്കൃഷ്ടം തന്നെ. جنات عدن يدخلونها تجري من تحتها الأنهار لهم فيها ما يشاءون كذلك يجزي الله المتقين. ശാശ്വതവാസത്തിനുള്ള ചില സ്വർഗങ്ങളാണത്. അതിലവർ പ്രവേശിക്കും. അവയുടെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അവർക്കവിടെ തങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കും. അങ്ങനെയാണ് ഭക്തന്മാർക്ക് അല്ലാഹു പ്രതിഫലം നൽകുക. الذين تتوفاهم الملائكة طيبين يقولون سلام عليكم
يقولون سلام عليكم ادخلوا الجنة بما كنتم تعملون. സംശുദ്ധരായ നിലയിൽ മലക്കുകൾ മരിപ്പിക്കുന്നവരാണവർ. അന്നേരം മലക്കുകൾ അവരോട് പറയും, നിങ്ങൾക്ക് ശാന്തിയുണ്ടാകട്ടെ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക. هل ينظرون إلا أن تأتيهم الملائكة أو يأتي أمر ربك كذلك فعل الذين من قبلهم وما ظلمهم الله ولكن كانوا أنفسهم يظلمون. മരിപ്പിക്കുന്ന മലക്കുകളോ അല്ലെങ്കിൽ താങ്കളുടെ നാഥന്റെ നിശ്ചിത വിധിയോ വരുന്നതല്ലാതെ മറ്റെന്താണവർക്ക്, സത്യനിഷേധികൾക്ക്, പ്രതീക്ഷിക്കാനുള്ളത്? ഇവരുടെ മുൻഗാമികളും ഇങ്ങനെ ചെയ്തിരുന്നു. അള്ളാഹു അവരോട് അനീതി ചെയ്തിട്ടില്ല, മറിച്ച് അവർ സ്വന്തത്തോടെ തന്നെ അക്രമം കാണിക്കുകയായിരുന്നു. فأصابهم سيئات ما عملوا وحاق بهم ما كانوا به يستهزئون. അങ്ങനെ തങ്ങളുടെ കർമ്മദോഷങ്ങൾ അവരെ ബാധിച്ചു. ഏതൊന്നിനെയാണോ അവർ പരിഹസിച്ചുകൊണ്ടിരുന്നത് അത് ശിക്ഷ അവരെ വലയം ചെയ്യുകയുമുണ്ടായി. وقال الذين أشركوا لو شاء الله ما عبدنا من دونه من شيء نحن ولا آباؤنا ولا حرمنا من دونه من شيء كذلك فعل الذين من قبلهم فهل على الرسل إلا البلاغ المبين. ബഹുദൈവ വിശ്വാസികൾ പറയുന്നു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനെ കൂടാതെ മറ്റൊന്നിനെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ആരാധിക്കുമായിരുന്നില്ല. അവൻ നിഷിദ്ധമാക്കിയതല്ലാതെ ഞങ്ങൾ മറ്റൊന്നും നിഷിദ്ധമാക്കുകയും ചെയ്യുമായിരുന്നില്ല എന്ന് ബഹുദൈവ വിശ്വാസികൾ പറയുന്നു. ഇവരുടെ മുമ്പുള്ളവരും ഇതുപോലെ ചെയ്തിരുന്നു. വ്യക്തമായ പ്രബോധനമല്ലാതെ മുർസലുകൾക്ക് വല്ല ഉത്തരവാദിത്വവുമുണ്ടോ? وَلَقَدْ بَعَثْنَا فِي كُلِّ أُمَّةٍ رَّسُولًا أَنِ اعْبُدُوا اللَّهَ وَاجْتَنِبُوا الطَّاغُوتَ فَمِنْهُم مَّنْ هَدَى اللَّهُ وَمِنْهُم مَّنْ حَقَّتْ عَلَيْهِ الضَّلَالَةُ فَسِيرُوا فِي الْأَرْضِ فَانظُرُوا كَيْفَ كَانَ عَاقِبَةُ الْمُكَذِّبِينَ. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുകയും ദുർമൂർത്തികളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന പ്രബോധനവുമായി ഓരോ ജനതയിലേക്കും നാം തീർച്ചയായും ഓരോ ദൂതനെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ജനതകളിൽ ചിലരെ അള്ളാഹു സന്മാർഗത്തിലാക്കി ചിലരുടെ മേൽ ദുർമാർഗം നിർബന്ധമാകുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, എന്നിട്ട് പ്രവാചകരെ നിഷേധിച്ചവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. إن تحرص على هداهم فإن الله لا يهدي من يضل وما لهم من ناصرين. അവർ നേർവഴിയിലാകണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഓർക്കുക, അള്ളാഹു വഴിപിഴപ്പിച്ചവർക്കവൻ മാർഗദർശനം നൽകുകയില്ല, അവർക്ക് സഹായികളും ഉണ്ടാവുകയില്ല. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَا يَبْعَثُ اللَّهُ مَن يَمُوتُ بَلَى وَعْدًا عَلَيْهِ حَقًّا وَلَكِنَّ أَكْثَرَ النَّاسِ لَا يَعْلَمُونَ. മരിച്ചവരെ അള്ളാഹു പുനർജീവിപ്പിക്കുകയില്ലെന്ന് ശക്തിയായി ഉറപ്പിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. അങ്ങനെയല്ല, അള്ളാഹുവിന്റെ യഥാർത്ഥമായ വാഗ്ദാനമാണത്. പക്ഷേ അധികം ആളുകളും ഇതറിയുന്നില്ല. لِيُبَيِّنَ لَهُمُ الَّذِي يَخْتَلِفُونَ فِيهِ وَلِيَعْلَمَ الَّذِينَ كَفَرُوا أَنَّهُمْ كَانُوا كَاذِبِينَ. അവരെ പുനരുജ്ജീവിപ്പിക്കുന്നത് തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനും
തീർച്ചയായും തങ്ങൾ അസത്യവാദികൾ തന്നെയായിരുന്നുവെന്ന് സത്യനിഷേധികൾ സ്വയം മനസ്സിലാക്കാനും വേണ്ടിയാണ്. إنما قولنا لشيء إذا أردناه أن نقول له كن فيكون. ഒരു കാര്യമുണ്ടാകണമെന്ന് നാം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാവുക എന്ന് പറയുക മാത്രമാണ് നാം ചെയ്യുന്നത്. അപ്പോൾ അതുണ്ടായിക്കഴിയും. والذين هاجروا في الله من بعد ما ظلموا لنبوئنهم في الدنيا حسنة ولأجر الآخرة أكبر لو كانوا يعلمون. അക്രമങ്ങൾ അനുഭവിച്ച ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പലായനം ചെയ്തവരെ ഇഹലോകത്ത് ഉത്കൃഷ്ടമായ വാസസ്ഥലത്ത് തീർച്ചയായും അള്ളാഹു പുനരധിവസിപ്പിക്കും. പരലോകത്തെ പ്രതിഫലം അതിനേക്കാൾ മഹത്തരമായതാണ്. ഇവർ ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ. الذين صبروا وعلى ربهم يتوكلون. അവർ ക്ഷമ പാലിച്ചവരും തങ്ങളുടെ നാഥനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. താങ്കൾക്ക് മുമ്പും നാം പുരുഷന്മാരെയല്ലാതെ നബിമാരായി അയച്ചിട്ടില്ല. അവർക്ക് നാം സന്ദേശം നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ വേദപണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കുക. بالبينات والزبر وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വേദഗ്രന്ഥങ്ങളും കൊണ്ടാണ് ആ ദൂതന്മാരെ അയച്ചിരുന്നത്. ഈ ഖുർആൻ താങ്കൾക്ക് നാം ഇറക്കിത്തന്നു. ജനങ്ങൾക്ക് അവതീർണമായത് താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കാനും അവർ ചിന്തിക്കാനും വേണ്ടി. أفأمن الذين مكروا السيئات أن يخسف الله بهم الأرض أو يأتيهم العذاب من حيث لا يشعرون. ദുഷിച്ച കുതന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തവരെ അള്ളാഹു ഭൂമിയിലാഴ്ത്തുകയോ അല്ലെങ്കിൽ അവർക്കറിയാത്ത വിധത്തിലൂടെ അവരിൽ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് നിർഭയരായിരിക്കുന്നുവോ? أو يأخذهم في تقلبهم فما هم بمعجزين. അല്ലെങ്കിൽ തങ്ങളുടെ പോക്കുവരവിൽ അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കുന്നതിനെപ്പറ്റി അവർ നിർഭയരായിരിക്കുന്നുവോ? അപ്പോൾ പിടികൊടുക്കാതെ രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുന്നതല്ല. أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. അതല്ലെങ്കിൽ അവൻ അവരെ കുറേശ്ശെയായി പിടികൂടുന്നതിനെക്കുറിച്ച് അവർ നിർഭയരായിരിക്കുന്നുവോ? എന്നാൽ നിങ്ങളുടെ നാഥൻ വളരെ കൃപയുള്ളവനും പരമകാരുണികനുമാകുന്നു. أَوَلَمْ يَرَوْا إِلَى مَا خَلَقَ اللَّهُ مِنْ شَيْءٍ يَتَفَيَّأُ ظِلَالُهُ عَنِ الْيَمِينِ وَالشَّمَائِلِ سُجَّدًا لِلَّهِ وَهُمْ دَاخِرُونَ. അള്ളാഹു സൃഷ്ടിച്ച വസ്തുവിലേക്ക് അവർ സൂക്ഷിച്ചു നോക്കുന്നില്ലേ? അതിന്റെ നിഴലുകൾ അള്ളാഹുവിന് കീഴടങ്ങിക്കൊണ്ടവന് സാഷ്ടാംഗം ചെയ്യുന്ന വിധത്തിൽ വലത്തോട്ടും ഇടത്തോട്ടും തിരിയുന്നു. وَلِلَّهِ يَسْجُدُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مِن دَابَّةٍ وَالْمَلَائِكَةُ وَهُمْ لَا يَسْتَكْبِرُونَ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ജീവികളും മലക്കുകളും അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യുന്നു. അവർ അഹങ്കരിക്കുന്നേയില്ല. يَخَافُونَ رَبَّهُم مِّن فَوْقِهِمْ وَيَفْعَلُونَ مَا يُؤْمَرُونَ. തങ്ങൾക്കുമീതെ സർവാധികാരിയായ തങ്ങളുടെ നാഥനെ അവർ ഭയപ്പെടുകയും തങ്ങളോട് കൽപ്പിക്കപ്പെടുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. وَقَالَ اللَّهُ لَا تَتَّخِذُوا إِلَٰهَيْنِ اثْنَيْنِ إِنَّمَا هُوَ إِلَٰهٌ وَاحِدٌ فَإِيَّايَ فَارْهَبُونِ.
അള്ളാഹു കൽപ്പിക്കുന്നു, നിങ്ങൾ രണ്ട് ആരാധ്യരെ സ്വീകരിക്കരുത്. ആരാധ്യൻ ഒന്ന് മാത്രമേയുള്ളൂ, അതിനാൽ എന്നെ മാത്രം ഭയപ്പെടുക. وَلَهُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ وَلَهُ الدِّينُ وَاصِبًا أَفَغَيْرَ اللَّهِ تَتَّقُونَ. ആകാശഭൂമികളിലുള്ളവ അള്ളാഹുവിനാകുന്നു. ശാശ്വതമായ കീഴ്വണക്കം അവനുള്ളതാണ്. എന്നിട്ടും അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടുകയാണോ? وَمَا بِكُم مِّن نِّعْمَةٍ فَمِنَ اللَّهِ ثُمَّ إِذَا مَسَّكُمُ الضُّرُّ فَإِلَيْهِ تَجْأَرُونَ. നിങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. പിന്നെ വല്ല കഷ്ടതയും ബാധിച്ചാൽ നിങ്ങൾ ഉറക്കെ കേണപേക്ഷിക്കുന്നതും അവനോട് തന്നെ. ثُمَّ إِذَا كَشَفَ الضُّرَّ عَنكُمْ إِذَا فَرِيقٌ مِّنكُم بِرَبِّهِمْ يُشْرِكُونَ. പിന്നീട് ആ വിഷമം നിങ്ങളിൽ നിന്നവൻ ദൂരീകരിച്ചാൽ നിങ്ങളിലൊരു വിഭാഗമതാ തങ്ങളുടെ നാഥന് പങ്കാളികളെ ഉണ്ടാക്കുന്നു. لِيَكْفُرُوا بِمَا آتَيْنَاهُمْ فَتَمَتَّعُوا فَسَوْفَ تَعْلَمُونَ. ഫലത്തിൽ നാം അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുന്നു. എന്നാൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളും. وَيَجْعَلُونَ لِمَا لَا يَعْلَمُونَ نَصِيبًا مِّمَّا رَزَقْنَاهُمْ تَاللَّهِ لَتُسْأَلُنَّ عَمَّا كُنتُمْ تَفْتَرُونَ. നാം അവർക്ക് നൽകിയതിൽ നിന്നൊരംശത്തെ തങ്ങൾക്കറിയാത്ത ചില വസ്തുക്കൾക്കായി നീക്കിവെക്കുന്നു. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതിനെപ്പറ്റി തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടും. وَيَجْعَلُونَ لِلَّهِ الْبَنَاتِ سُبْحَانَهُ وَلَهُم مَّا يَشْتَهُونَ. അള്ളാഹുവിനവർ പുത്രിമാരെ സ്ഥാപിക്കുന്നു. അവനെത്ര പരിശുദ്ധൻ. തങ്ങളാശിക്കുന്നത് തങ്ങൾക്കും അവർ സ്ഥാപിക്കുന്നു. وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. അവരിലൊരാൾക്ക് പുത്രിയുണ്ടായെന്ന അനുമോദന വാർത്ത ലഭിച്ചാൽ ദുഃഖത്തിൽ മുഴുകിയവനായി കൊണ്ടവന്റെ മുഖം കറുത്തിരളും. يَتَوَارَىٰ مِنَ الْقَوْمِ مِن سُوءِ مَا بُشِّرَ بِهِ أَيُمْسِكُهُ عَلَىٰ هُونٍ أَمْ يَدُسُّهُ فِي التُّرَابِ أَلَا سَاءَ مَا يَحْكُمُونَ. അയാൾക്ക് ലഭിച്ച സന്തോഷ വാർത്തയാലുണ്ടായ അപമാനം നിമിത്തം ജനതയിൽ നിന്ന് അയാൾ മറയുന്നു. അപമാനത്തോടുകൂടി ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കണോ അതോ മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്ന് ചിന്തിക്കുന്നു. അറിയുക, അവരുടെ വിധി വളരെ പിഴച്ചതു തന്നെ. لِلَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ مَثَلُ السَّوْءِ وَلِلَّهِ الْمَثَلُ الْأَعْلَى وَهُوَ الْعَزِيزُ الْحَكِيمُ. പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് മോശമായ സ്ഥിതിവിശേഷമാണുള്ളത്. പരമോന്നതമായ സ്ഥിതിവിശേഷമുള്ളത് അള്ളാഹുവിനാകുന്നു. അവൻ പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു. وَلَوْ يُؤَاخِذُ اللَّهُ النَّاسَ بِظُلْمِهِم مَّا تَرَكَ عَلَيْهَا مِن دَابَّةٍ ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. മനുഷ്യരെ തങ്ങളുടെ അക്രമം നിമിത്തം അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ ഇവിടെയൊരു ജീവിയെയും അവൻ ബാക്കി വെക്കില്ലായിരുന്നു. പക്ഷേ നിശ്ചിത അവധി വരെ അവൻ അവരെ പിന്തിച്ചിടുന്നു. എന്നാൽ തങ്ങളുടെ അവധി എത്തിയാൽ ഒരു നിമിഷം പോലും അവർ മുന്തുകയോ പിന്തുകയോ ഇല്ല. وَيَجْعَلُونَ لِلَّهِ مَا يَكْرَهُونَ وَتَصِفُ أَلْسِنَتُهُمُ الْكَذِبَ أَنَّ لَهُمُ الْحُسْنَى لَا جَرَمَ أَنَّ لَهُمُ النَّارَ وَأَنَّهُمْ مُفْرَطُونَ.
തങ്ങൾ വെറുക്കുന്നതിനെ അവർ അള്ളാഹുവിന് സ്ഥാപിക്കുന്നു. തീർച്ചയായും തങ്ങൾക്കുള്ളതാണ് നന്മയെന്നവരുടെ നാവുകൾ കള്ളം പറയുകയും ചെയ്യുന്നു. സംശയമേയില്ല, നരകം തന്നെയാണ് അവർക്കുള്ളത്. അവർ അതിലേക്ക് തള്ളപ്പെടുക തന്നെ ചെയ്യും. تالله لقد أرسلنا إلى أمم من قبلك فزين لهم الشيطان أعمالهم فهو وليهم اليوم ولهم عذاب أليم. അല്ലാഹു തന്നെ സത്യം. നബിയെ, താങ്കൾക്ക് മുമ്പ് പല ജനതകളിലേക്കും നാം ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. എന്നാൽ പിശാച് തങ്ങളുടെ പ്രവർത്തനങ്ങളെ അവർക്ക്, ആ ജനതകൾക്ക് മനോഹരമായി കാണിച്ചു കൊടുത്തു. അതിനാൽ ഇന്ന് അവരുടെ ബന്ധു പിശാചാണ്. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. وما أنزلنا عليك الكتاب إلا لتبين لهم الذي اختلفوا فيه وهدى ورحمة لقوم يؤمنون. താങ്കൾക്ക് നാം ഖുർആൻ അവതരിപ്പിച്ചത് തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനും സത്യവിശ്വാസികളായ ജനതയ്ക്ക് മാർഗദർശനവും കാരുണ്യവുമായിട്ട് മാത്രമാണ്. والله أنزل من السماء ماء فأحيا به الأرض بعد موتها إن في ذلك لآية لقوم يسمعون. അള്ളാഹു ആകാശത്ത് നിന്ന് മഴ പെയ്യിക്കുകയും എന്നിട്ട് അതുമൂലം ഭൂമി നിർജീവമായി കിടന്നതിന് ശേഷം അതിനെ സജീവമാക്കുകയും ചെയ്തു. കേട്ട് മനസ്സിലാക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും അതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لبنا خالصا سائغا للشاربين. കാലികളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. അവയുടെ വയറ്റിലുള്ളതിൽ നിന്ന് മലത്തിനും രക്തത്തിനുമിടയിൽ കൂടി പരിശുദ്ധവും കുടിക്കുന്നവർക്ക് സുഖമുള്ളതുമായ പാൽ നിങ്ങളെ കുടിപ്പിക്കുന്നു. وَمِن ثَمَرَاتِ النَّخِيلِ وَالْأَعْنَابِ تَتَّخِذُونَ مِنْهُ سَكَرًا وَرِزْقًا حَسَنًا إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَعْقِلُونَ. ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഫലങ്ങളിൽ നിന്ന് കുടിപ്പിക്കുന്നു. നിങ്ങൾ അവയിൽ നിന്ന് ലഹരി വസ്തുക്കളും നല്ല ഭക്ഷണവും നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ബുദ്ധി ഉപയോഗിക്കുന്ന ജനതയ്ക്കതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. وَأَوْحَى رَبُّكَ إِلَى النَّحْلِ أَنِ اتَّخِذِي مِنَ الْجِبَالِ بُيُوتًا وَمِنَ الشَّجَرِ وَمِمَّا يَعْرِشُونَ. പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും മനുഷ്യർ പടുത്തുയർത്തുന്ന വസ്തുക്കളിലും മതിലുകളിലും വീടുകളിലും മറ്റും നീ കൂടുണ്ടാക്കുക എന്ന് താങ്കളുടെ റബ്ബ് തേനീച്ചയ്ക്ക് ബോധനം നൽകി. ثُمَّ كُلِي مِن كُلِّ الثَّمَرَاتِ فَاسْلُكِي سُبُلَ رَبِّكِ ذُلُلًا يَخْرُجُ مِن بُطُونِهَا شَرَابٌ مُخْتَلِفٌ أَلْوَانُهُ فِيهِ شِفَاءٌ لِّلنَّاسِ إِنَّ فِي ذَلِكَ لَآيَةً لِقَوْمٍ يَتَفَكَّرُونَ. നീ പിന്നെ എല്ലാ പഴങ്ങളിൽ നിന്നും നുകരുകയും അങ്ങനെ നിന്റെ നാഥന്റെ മാർഗങ്ങളിൽ പൂർണ്ണമായ വഴങ്ങിയ നിലയിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നും അതിന് ബോധനം നൽകി. വിവിധ വർണ്ണങ്ങളിലുള്ള പാനീയം അവയുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. അതിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. തീർച്ചയായും ചിന്തിക്കുന്ന ജനതയ്ക്കിതിൽ മഹത്തായ ദൃഷ്ടാന്തമുണ്ട്. والله خلقكم ثم يتوفاكم ومنكم من يرد إلى أرذل العمر لكي لا يعلم بعد علم شيئا إن الله عليم قدير. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ ചിലർ പ്രായത്തിന്റെ ഏറ്റവും താണ അവസ്ഥയിലേക്ക്, കഠിന വാർദ്ധക്യത്തിലേക്ക് മടക്കപ്പെടുന്നു. അവസാനം അയാൾ കാര്യബോധമുളവായ ശേഷം ഒന്നുമറിയാത്തവനായി മാറുകയും ചെയ്യുന്നു. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സർവശക്തനുമാകുന്നു.
والله فضل بعضكم على بعض في الرزق فما الذين فضلوا براد رزقهم على ما ملكت أيمانهم فهم فيه سواء أفبنعمة الله يجحدون അള്ളാഹു നിങ്ങളിൽ ചിലരെ മറ്റു ചിലരേക്കാൾ ആഹാര വിഷയത്തിൽ മെച്ചപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് മെച്ചം കിട്ടിയവർ അള്ളാഹു അവർക്ക് കൊടുത്തതിനെ തങ്ങളുടെ ഉടമയിലുള്ള അടിമകളിലേക്ക് അവരതിൽ സമന്മാരാകത്തക്ക വിധം തിരിച്ചുവിടുന്നില്ല. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അവർ നിഷേധിക്കുകയാണോ? والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون. നിങ്ങൾക്ക് ചില ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു ഉണ്ടാക്കി. നിങ്ങളുടെ ഇണകളിൽ നിന്ന് പുത്രന്മാരെയും പൗത്രന്മാരെയും അവൻ ഉണ്ടാക്കി തന്നു. നല്ല വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്കവൻ ഭക്ഷണം തന്നു. അപ്പോൾ അവർ അസത്യത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്? وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَمْلِكُ لَهُمْ رِزْقًا مِنَ السَّمَاوَاتِ وَالْأَرْضِ شَيْئًا وَلَا يَسْتَطِيعُونَ. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും യാതൊരു ആഹാരവും തങ്ങൾക്ക് അധീനമാക്കാത്തതും ഒന്നിനും കഴിവില്ലാത്തതുമായ വസ്തുക്കൾക്ക് അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നു. فَلَا تَضْرِبُوا لِلَّهِ الْأَمْثَالَ إِنَّ اللَّهَ يَعْلَمُ وَأَنْتُمْ لَا تَعْلَمُونَ. അതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ എടുത്ത് കാട്ടരുത്. തീർച്ചയായും അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ضرب الله مثلا عبدا مملوكا لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل أكثرهم لا يعلمون. ഒരു ഉപമ അള്ളാഹു എടുത്തു കാണിക്കുന്നു. മറ്റൊരാളുടെ അധീനതയിലുള്ള ഒരടിമ, അവന് യാതൊരു കാര്യത്തിനും കഴിവില്ല. മറ്റൊരു മനുഷ്യൻ, നാം നമ്മുടെ പക്കൽ നിന്നുള്ള മെച്ചമായ ഭക്ഷണം അയാൾക്ക് നൽകിയിട്ടുണ്ട്. അയാൾ അതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നു. ഇവർ രണ്ടാളും സമന്മാരാകുമോ? ഒരിക്കലുമില്ല. അള്ളാഹുവിനാണ് സർവസ്തുതിയും. പക്ഷേ മിക്കയാളുകളും യാഥാർത്ഥ്യം അറിയുന്നില്ല. وضرب الله مثلا رجلين أحدهما أبكم لا يقدر على شيء وهو كل على مولاه أينما يوجهه لا يأتي بخير هل يستوي هو ومن يأمر بالعدل وهو على صراط مستقيم. അള്ളാഹു മറ്റൊരുപമ വെളിപ്പെടുത്തുന്നു. രണ്ട് പുരുഷന്മാർ, അവരിൽ ഒരാൾ ഊമയാണ്, അയാൾക്കൊന്നിനും കഴിവില്ല. അയാളുടെ യജമാനന് അയാൾ ഒരു ഭാരമാണ്. അയാളെ അങ്ങോട്ട് തിരിച്ചുവിട്ടാലും യാതൊരു നന്മയും അയാൾ കൊണ്ടുവരികയില്ല. അയാളും നേർവഴിയിൽ നിന്നുകൊണ്ട് നീതി കൽപ്പിക്കുന്നവനും സമന്മാരാകുമോ? ഒരിക്കലും ഒരുപോലെയാവുകയില്ല. وَلِلَّهِ غَيْبُ السَّمَاوَاتِ وَالْأَرْضِ وَمَا أَمْرُ السَّاعَةِ إِلَّا كَلَمْحِ الْبَصَرِ أَوْ هُوَ أَقْرَبُ إِنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. ആകാശഭൂമികളിലുള്ളവ അദൃശ്യകാര്യങ്ങൾ, അവയെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അന്ത്യനാളിന്റെ കാര്യം കണ്ണ് ഇമവെട്ടുന്നത് പോലെയോ അഥവാ അതിനേക്കാൾ അടുത്തതോ ആകുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون.
നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. അവൻ നിങ്ങൾക്ക് കാതും കണ്ണുകളും ഹൃദയങ്ങളും തന്നു. നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. ألم يروا إلى الطير مسخرات في جو السماء ما يمسكهن إلا الله إن في ذلك لآيات لقوم يؤمنون. ആകാശമണ്ഡലത്തിൽ കീഴ്പ്പെടുത്തപ്പെട്ട പക്ഷികളെ അവർ കാണുന്നില്ലേ? അവയെ ഭൂമിയിലേക്ക് വീഴാതെ പിടിച്ചു നിർത്തുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരുമല്ല. വിശ്വസിക്കുന്ന ജനതയ്ക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. والله جعل لكم من بيوتكم سكنا وجعل لكم من جلود الأنعام بيوتا تستخفونها يوم ضعنكم ويوم إقامتكم ومن أصوافها وأوبارها وأشعارها أثاثا ومتاعا إلى حين. നിങ്ങളുടെ വീടുകളെ അല്ലാഹു നിങ്ങൾക്ക് വാസസ്ഥലങ്ങളാക്കി നാൽക്കാലികളുടെ തോലുകൾ കൊണ്ട് ചില വീടുകൾ, തമ്പുകൾ നിങ്ങൾക്കവനുണ്ടാക്കി തരികയും ചെയ്തു. നിങ്ങൾക്ക് യാത്രാ ദിവസവും താമസ ദിവസവും അവ ലഘുവായി തോന്നും. ചെമ്മരിയാടിന്റെയും ഒട്ടകത്തിന്റെയും കോലാടിന്റെയും രോമങ്ങൾ കൊണ്ട് നിങ്ങൾക്കവൻ വീട്ടുപകരണങ്ങളും ഒരവധി വരെ സുഖിക്കാനുള്ള സാമഗ്രികളും ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. അല്ലാഹു സൃഷ്ടിച്ച വസ്തുക്കളാൽ അവൻ തണലുണ്ടാക്കി തന്നു. പർവ്വതങ്ങളിൽ നിങ്ങൾക്കവൻ ഗുഹകളുണ്ടാക്കി തന്നു. ചൂട് തടുക്കുന്ന കുപ്പായങ്ങളും യുദ്ധത്തിൽ ആപത്ത് തടുക്കുന്ന കുപ്പായങ്ങളും നിങ്ങൾക്കവൻ ഉണ്ടാക്കി തന്നു. അങ്ങനെ അല്ലാഹു തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു, നിങ്ങൾ അനുസരിക്കുന്നവരാകാൻ വേണ്ടി. فإن تولوا فإنما عليك البلاغ المبين. എന്നിട്ടും അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നബിയെ, വ്യക്തമായ പ്രബോധനം മാത്രമേ താങ്കൾക്ക് ബാധ്യതയുള്ളൂ. يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون. അവർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും പിന്നീട് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവരിൽ അധിക പേരും സത്യനിഷേധികളാണ്. وَيَوْمَ نَبْعَثُ مِنْ كُلِّ أُمَّةٍ شَهِيدًا ثُمَّ لَا يُؤْذَنُ لِلَّذِينَ كَفَرُوا وَلَا هُمْ يُسْتَعْتَبُونَ. ഓരോ ജനതയിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിക്കുന്ന ദിവസം ഓർക്കുക. പിന്നെ സത്യനിഷേധികൾക്ക് കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ അനുവദിക്കപ്പെടുന്നതല്ല. സന്മാർഗത്തിലേക്ക് മടങ്ങാൻ അവരോട് ആവശ്യപ്പെടുകയുമില്ല. وَإِذَا رَأَى الَّذِينَ ظَلَمُوا الْعَذَابَ فَلَا يُخَفَّفُ عَنْهُمْ وَلَا هُمْ يُنظَرُونَ. അക്രമികൾ ശിക്ഷ കാണുമ്പോൾ അവർക്കത് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് സാവകാശം നൽകപ്പെടുകയുമില്ല. وَإِذَا رَأَى الَّذِينَ أَشْرَكُوا شُرَكَاءَهُمْ قَالُوا رَبَّنَا هَؤُلَاءِ شُرَكَاؤُنَا الَّذِينَ كُنَّا نَدْعُو مِن دُونِكَ فَأَلْقَوْا إِلَيْهِمُ الْقَوْلَ إِنَّكُمْ لَكَاذِبُونَ. ബഹുദൈവാരാധകർ അല്ലാഹുവിന് പങ്കാളികളാക്കി വെച്ചവരെ കാണുമ്പോൾ പറയും, ഞങ്ങളുടെ നാഥ, നിന്നെ കൂടാതെ ഞങ്ങൾ ആരാധിച്ചിരുന്ന ഞങ്ങളുണ്ടാക്കിയ പങ്കാളികൾ ഇവരാണ്. ഉടനെ ആ പങ്കാളികൾ പറയും, തീർച്ചയായും നിങ്ങൾ നുണ പറയുന്നവരാണ് എന്ന്. وَأَلْقَوْا إِلَى اللَّهِ يَوْمَئِذٍ السَّلَمَ وَضَلَّ عَنْهُمْ مَا كَانُوا يَفْتَرُونَ.
അവർ അന്ന് അള്ളാഹുവിന് കീഴടക്കം വെളിപ്പെടുത്തും. അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരുന്ന കൃത്രിമ ദൈവങ്ങൾ അവരിൽ നിന്ന് അപ്രത്യക്ഷരാവുകയും ചെയ്യും. الذين كفروا وصدوا عن سبيل الله زدناهم عذابا فوق العذاب بما كانوا يفسدون. സത്യനിഷേധം സ്വീകരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവർക്ക് അവർ കുഴപ്പമുണ്ടാക്കിയതു നിമിത്തം ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നാം വർദ്ധിപ്പിക്കുന്നതാണ്. وَيَوْمَ نَبْعَثُ فِي كُلِّ أُمَّةٍ شَهِيدًا عَلَيْهِمْ مِنْ أَنفُسِهِمْ وَجِئْنَا بِكَ شَهِيدًا عَلَى هَؤُلَاءِ وَنَزَّلْنَا عَلَيْكَ الْكِتَابَ تِبْيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرَى لِلْمُسْلِمِينَ. എല്ലാ ഓരോ സമുദായത്തിലും അവയിൽ നിന്ന് ഒരു സാക്ഷിയെ അവരുടെ മേൽ നാം നിയോഗിക്കുകയും അവരുടെ മേൽ സാക്ഷിയായി താങ്കളെ നാം കൊണ്ടുവരികയും ചെയ്യുന്ന ദിവസം ഓർക്കുക. ഈ വേദഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും വിശദീകരണമായും മുസ്ലിങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവും സന്തോഷവാർത്തയുമായി കൊണ്ടുമാണ്. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാനും നന്മയനുഷ്ഠിക്കാനും ബന്ധുക്കൾക്ക് ദാനം ചെയ്യാനും കൽപ്പിക്കുകയും നീചകൃത്യങ്ങളും നിഷിദ്ധകർമ്മങ്ങളും അക്രമവും നിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ അവൻ ഉപദേശിക്കുന്നത്. وَأَوْفُوا بِعَهْدِ اللَّهِ إِذَا عَاهَدتُّمْ وَلَا تَنقُضُوا الْأَيْمَانَ بَعْدَ تَوْكِيدِهَا وَقَدْ جَعَلْتُمُ اللَّهَ عَلَيْكُمْ كَفِيلًا إِنَّ اللَّهَ يَعْلَمُ مَا تَفْعَلُونَ. നിങ്ങൾ ഉടമ്പടി ചെയ്താൽ അള്ളാഹുവുമായുള്ള ഉടമ്പടി നിങ്ങൾ നിറവേറ്റുക. പ്രതിജ്ഞകൾ ഉറപ്പിച്ചതിനു ശേഷം അവ ലംഘിക്കാതിരിക്കുക. നിങ്ങളുടെ മേൽ അള്ളാഹുവിന് നിങ്ങൾ തീർച്ചയായും സാക്ഷിയാക്കിയിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട്. ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وَلَيُبَيِّنَنَّ لَكُمْ يَوْمَ الْقِيَامَةِ مَا كُنْتُمْ فِيهِ تَخْتَلِفُونَ. താൻ നൂറ്റ നൂൽ വളരെ ബലപ്പെടുത്തിയതിനു ശേഷം പല ഇഴകളായി അഴിച്ചുകളയുന്ന സ്ത്രീയെപ്പോലെ നിങ്ങൾ ആകരുത്. ഒരു സമുദായം മറ്റൊരു സമുദായത്തെക്കാൾ അഭിവൃദ്ധിയിലായതുകൊണ്ട് നിങ്ങളുടെ പ്രതിജ്ഞകളെ പരസ്പരം വഞ്ചനയ്ക്കുള്ള മാർഗമാക്കി വെക്കുന്നതിൽ നിങ്ങൾ അവളെപ്പോലെയാകരുത്. ഇത് മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അന്ത്യനാളിൽ അള്ളാഹു തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതാണ്. وَلَوْ شَاءَ اللَّهُ لَجَعَلَكُمْ أُمَّةً وَاحِدَةً وَلَكِنْ يُضِلُّ مَن يَشَاءُ وَيَهْدِي مَن يَشَاءُ وَلَتُسْأَلُنَّ عَمَّا كُنْتُمْ تَعْمَلُونَ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഏക സമുദായമാക്കുമായിരുന്നു. പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ദുർമാർഗത്തിലാക്കുകയും അവൻ ഉദ്ദേശിച്ചവരെ അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി തീർച്ചയായും നിങ്ങളോട് ചോദിക്കപ്പെടും. وَلَا تَتَّخِذُوا أَيْمَانَكُمْ دَخَلًا بَيْنَكُمْ فَتَزِلَّ قَدَمٌ بَعْدَ ثُبُوتِهَا وَتَذُوقُوا السُّوءَ بِمَا صَدَدتُّمْ عَن سَبِيلِ اللَّهِ وَلَكُمْ عَذَابٌ عَظِيمٌ.
നിങ്ങളുടെ പ്രതിജ്ഞകളെ പരസ്പരം വഞ്ചിക്കാനുള്ള ഉപാധിയാക്കരുത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം പാദം ഉറപ്പിച്ചതിനു ശേഷം അതിടറിപ്പോകും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ ജനങ്ങളെ തടഞ്ഞതിന്റെ ഫലമായി ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വമ്പിച്ച ശിക്ഷയാണ് നിങ്ങൾക്കുള്ളത്. ولا تشتروا بعهد الله ثمنا قليلا إنما عند الله هو خير لكم إن كنتم تعلمون. അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ചെയ്ത ഉടമ്പടിക്ക് പകരം നിങ്ങൾ തുച്ഛമായ വില വാങ്ങരുത്. അള്ളാഹുവിങ്കലുള്ള പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾ കാര്യബോധമുള്ളവരാണെങ്കിൽ. ما عندكم ينفد وما عند الله باق ولنجزين الذين صبروا أجرهم بأحسن ما كانوا يعملون. നിങ്ങളുടെ പക്കലുള്ളതെല്ലാം നശിക്കും, അള്ളാഹുവിങ്കലുള്ളതാകട്ടെ അവശേഷിക്കും. ക്ഷമാശീലർക്ക് അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് തീർച്ചയായും നാം പ്രതിഫലം കൊടുക്കും. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. പുരുഷനോ സ്ത്രീയോ ആരാകട്ടെ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നാം ഉത്കൃഷ്ടമായ ജീവിതം നൽകുകയും അവർ ചെയ്തുകൊണ്ടിരുന്ന സൽക്കർമ്മങ്ങൾക്ക് തീർച്ചയായും നാം പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. അതിനാൽ നീ ഖുർആൻ ഓതുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون. വിശ്വസിക്കുകയും തങ്ങളുടെ നാഥനിലെല്ലാം ഭരമേൽപ്പിക്കുകയും ചെയ്തവരുടെ മേൽ പിശാചിന് തീർച്ചയായും യാതൊരു നിയന്ത്രണ ശക്തിയുമില്ല. إنما سلطانه على الذين يتولونه والذين هم به مشركون. പിശാചിനെ രക്ഷകർത്താവായി വെക്കുകയും അവൻ നിമിത്തം ബഹുദൈവ വിശ്വാസികളായി തീരുകയും ചെയ്തവരുടെ മേലാണവന് അധികാരശക്തിയുള്ളത്. وَإِذَا بَدَّلْنَا آيَةً مَكَانَ آيَةٍ وَاللَّهُ أَعْلَمُ بِمَا يُنَزِّلُ قَالُوا إِنَّمَا أَنْتَ مُفْتَرٍ بَلْ أَكْثَرُهُمْ لَا يَعْلَمُونَ. ഒരു ഖുർആൻ വചനത്തിന്റെ സ്ഥാനത്ത് നാം മറ്റൊരു വചനം പകരം വെച്ചാൽ അവർ നബിയോട് പറയുന്നു, നീ കെട്ടിച്ചമയ്ക്കുന്നവൻ മാത്രമാണെന്ന്. അവൻ അവതരിപ്പിച്ചതിനെപ്പറ്റി അള്ളാഹുവിന് നന്നായി അറിയാം, പക്ഷേ അവരിൽ ഭൂരിഭാഗവും അതറിയുന്നവരല്ല. قُلْ نَزَّلَهُ رُوحُ الْقُدُسِ مِنْ رَبِّكَ بِالْحَقِّ لِيُثَبِّتَ الَّذِينَ آمَنُوا وَهُدًى وَبُشْرَى لِلْمُسْلِمِينَ. താങ്കൾ പറയുക, സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താനും മുസ്ലിങ്ങൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയും നൽകാനും താങ്കളുടെ നാഥനിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തോടെ പരിശുദ്ധാത്മാവിത് അവതരിപ്പിച്ചിരിക്കുന്നു. وَلَقَدْ نَعْلَمُ أَنَّهُمْ يَقُولُونَ إِنَّمَا يُعَلِّمُهُ بَشَرٌ لِسَانُ الَّذِي يُلْحِدُونَ إِلَيْهِ أَعْجَمِيٌّ وَهَذَا لِسَانٌ عَرَبِيٌّ مُبِينٌ. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മനുഷ്യൻ തന്നെയാണെന്നവർ സത്യനിഷേധികൾ പറയുന്നത് നാം അറിയുന്നുണ്ട്. ഏതൊരാളിലേക്ക് അവർ ചേർത്തു പറയുന്നുണ്ടോ അയാളുടെ ഭാഷ അറബി അല്ലാത്തതാകുന്നു. ഇതാകട്ടെ വ്യക്തമായ അറബി ഭാഷയും. إِنَّ الَّذِينَ لَا يُؤْمِنُونَ بِآيَاتِ اللَّهِ لَا يَهْدِيهِمُ اللَّهُ وَلَهُمْ عَذَابٌ أَلِيمٌ. അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്തവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല, വേദനാജനകമായ ശിക്ഷയുണ്ടവർക്ക്. إِنَّمَا يَفْتَرِي الْكَذِبَ الَّذِينَ لَا يُؤْمِنُونَ بِآيَاتِ اللَّهِ وَأُولَئِكَ هُمُ الْكَاذِبُونَ.
അള്ളാഹുവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കാത്തവർ തന്നെയാണ് വ്യാജനിർമ്മാണം നടത്തുന്നത്, അവർ തന്നെയാണ് അസത്യവാദികൾ. من كفر بالله من بعد إيمانه إلا من أكره وقلبه مطمئن بالإيمان ولكن من شرح بالكفر صدرا فعليهم غضب من الله ولهم عذاب عظيم. അള്ളാഹുവിൽ വിശ്വസിച്ചതിനു ശേഷം ആരെങ്കിലും അവന് നിഷേധിച്ചാൽ തന്റെ മനസ്സ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതിയിൽ വിശ്വാസം വെടിയാൻ നിർബന്ധിക്കപ്പെട്ടവനൊഴികെ പിന്നെയോ തുറന്ന മനസ്സോടെ തന്നെ ആരെങ്കിലും സത്യത്തെ നിഷേധിച്ചാൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് കോപമുണ്ടാകും, വമ്പിച്ച ശിക്ഷയുമുണ്ടവർക്ക്. ذلك بأنهم استحبوا الحياة الدنيا على الآخرة وأن الله لا يهدي القوم الكافرين. അതെന്തുകൊണ്ടെന്നാൽ തീർച്ചയായും പരലോക ജീവിതത്തെക്കാൾ ഇഹലോക ജീവിതത്തെ അവർ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികളായ ജനതയെ അള്ളാഹു സന്മാർഗത്തിലാക്കുകയേയില്ല എന്നതുകൊണ്ടും. أولئك الذين طبع الله على قلوبهم وسمعهم وأبصارهم وأولئك هم الغافلون. ഹൃദയങ്ങൾക്കും കാതുകൾക്കും കണ്ണുകൾക്കും അള്ളാഹു മുദ്രവെച്ചവരാണവർ, അശ്രദ്ധരും അവർ തന്നെ. لا جرم أنهم في الآخرة هم الخاسرون. സംശയമേയില്ല, തീർച്ചയായും പരലോകത്ത് അവർ തന്നെയാണ് നഷ്ടം അനുഭവിക്കുന്നവർ. ثم إن ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا وصبروا إن ربك من بعدها لغفور رحيم. പിന്നെ മർദ്ദിക്കപ്പെട്ടതിനു ശേഷം നാട് വെടിയുകയും അനന്തരം പോരാടുകയും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും താങ്കളുടെ നാഥൻ അതിനുശേഷം ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാകുന്നു. يوم تأتي كل نفس تجادل عن نفسها وتوفى كل نفس ما عملت وهم لا يظلمون. ഓരോ മനുഷ്യനും തന്റെ ശരീരത്തിനു വേണ്ടി തർക്കിച്ചു വരുന്നൊരു ദിവസം ഓർക്കുക. എല്ലാ വ്യക്തികൾക്കും അവർ ചെയ്തു വെച്ചതിന്റെ പ്രതിഫലം പൂർണ്ണമായും നൽകപ്പെടും, അവരോട് ഒട്ടും അനീതി കാണിക്കപ്പെടുകയില്ല. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. അള്ളാഹു ഒരു നഗരത്തെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു. അത് നിർഭയവും സമാധാനപൂർണവുമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തദ്ദേശീയർക്ക് ഭക്ഷണ സാധനങ്ങൾ സമൃദ്ധമായി വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിച്ചു. അപ്പോഴവർ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഫലമായി അവർക്ക് അള്ളാഹു വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രമണിയിച്ചു. وَلَقَدْ جَاءَهُمْ رَسُولٌ مِّنْهُمْ فَكَذَّبُوهُ فَأَخَذَهُمُ الْعَذَابُ وَهُمْ ظَالِمُونَ. തീർച്ചയായും അവരുടെ കൂട്ടത്തിൽ നിന്നുള്ളൊരു പ്രവാചകൻ അവർക്ക് വന്നു, എന്നാൽ അദ്ദേഹത്തെ അവർ നിഷേധിച്ചു. അപ്പോൾ അവർ അക്രമികളായിരിക്കെ ശിക്ഷ അവരെ പിടികൂടി. فَكُلُوا مِمَّا رَزَقَكُمُ اللَّهُ حَلَالًا طَيِّبًا وَاشْكُرُوا نِعْمَةَ اللَّهِ إِن كُنتُمْ إِيَّاهُ تَعْبُدُونَ. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ച നല്ല ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുകയും ചെയ്യുക.
إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن اضطر غير باغ ولا عاد فإن الله غفور رحيم. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ നാമം ചൊല്ലി അറുക്കപ്പെട്ടത് ഇവ മാത്രമാണ് അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ ആഗ്രഹിച്ചവനോ അതിർത്തി ലംഘിച്ചവനോ അല്ലാത്ത വിധത്തിൽ ആരെങ്കിലും അവ തിന്നാൻ നിർബന്ധിക്കപ്പെട്ടാൽ തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാകുന്നു. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. ഇത് അനുവദനീയം, ഇത് നിഷിദ്ധം എന്നിങ്ങനെ നിങ്ങളുടെ നാവിൽ വരുന്നതിനനുസരിച്ച് നിങ്ങൾ കള്ളം പറയാതിരിക്കുക. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി പറയുക എന്നതായിരിക്കും അതിന്റെ ഫലം. അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവർ തീർച്ചയായും വിജയിക്കുകയേയില്ല. മതാഉൻ ഖലീലുൻ വലഹും അദാബുൻ അലീം. അവർക്കിവിടെ തുച്ഛമായ സുഖാനുഭവമാണുള്ളത്, പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയാണുള്ളത്. وعلى الذين هادوا حرمنا ما قصصنا عليك من قبل وما ظلمناهم ولكن كانوا أنفسهم يظلمون. ജൂതന്മാർക്ക് നാം നിരോധിച്ചതെന്തെല്ലാമാണെന്ന് ഇതിനു മുമ്പ് താങ്കൾക്ക് നാം പറഞ്ഞു തന്നിട്ടുണ്ട്. നാം അവരോട് അനീതി കാണിച്ചിട്ടില്ല, പക്ഷേ അവർ തന്നെയാണ് സ്വന്തത്തോട് അക്രമം കാണിച്ചിട്ടുള്ളത്. إن ربك للذين عملوا السوء بجهالة ثم تابوا من بعد ذلك وأصلحوا إن ربك من بعدها لغفور رحيم. അജ്ഞത മൂലം തെറ്റ് ചെയ്യുകയും എന്നിട്ട് അതിനുശേഷം പശ്ചാത്തപിച്ചു മടങ്ങുകയും ജീവിതം നന്നാക്കുകയും ചെയ്തവർക്ക് താങ്കളുടെ നാഥൻ അനന്തരം ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനും തന്നെയാണ്. إن إبراهيم كان أمة قانتا لله حنيفا ولم يك من المشركين. ഇബ്രാഹിം നബി തീർച്ചയായും ഒരു മഹാനേതാവും അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെട്ട മഹാനും നേർമാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ട ആളായിരുന്നില്ല. شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുമായിരുന്നു അദ്ദേഹം. അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്തു. وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. ഇഹലോകത്ത് നാം അദ്ദേഹത്തിന് സുസ്ഥിതി കൈവരുത്തിക്കൊടുത്തു, പരലോകത്തിലും അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ട ആൾ തന്നെ. ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. നബിയെ, പിന്നെ താങ്കൾക്ക് നാം സന്ദേശം നൽകി ഋജുവായ മാർഗം അവലംബിച്ച ബഹുദൈവാരാധകരിൽപ്പെടാത്ത ഇബ്രാഹിം നബിയുടെ മാർഗം താങ്കൾ പിന്തുടരുക തന്നെ ചെയ്യണമെന്ന്. إنما جعل السبت على الذين اختلفوا فيه وإن ربك ليحكم بينهم يوم القيامة فيما كانوا فيه يختلفون. ശനിയാഴ്ച സാബത്ത് ആചരിക്കാൻ കൽപ്പിക്കപ്പെട്ടതിൽ ഭിന്നിച്ചവരോട് തന്നെയാണ് താങ്കളുടെ നാഥനവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ പുനരുത്ഥാന ദിവസം അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم
بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. താങ്കളുടെ നാഥന്റെ മാർഗത്തിലേക്ക് യുക്തിപൂർവകമായും സതുപദേശം മുഖേനയും താങ്കൾ ക്ഷണിക്കുക. ഏറ്റവും നല്ല രീതിയാൽ അവരോട് വാദപ്രതിവാദം നടത്തുകയും ചെയ്യുക. താങ്കളുടെ നാഥൻ തന്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയവരെപ്പറ്റി ഏറ്റവും നന്നായി അറിയുന്നവനാണ്. സന്മാർഗം പ്രാപിച്ചവരെ സംബന്ധിച്ചും അവന് നല്ലതുപോലെ അറിയാം. وَإِنْ عَاقَبْتُمْ فَعَاقِبُوا بِمِثْلِ مَا عُوقِبْتُمْ بِهِ وَلَئِنْ صَبَرْتُمْ لَهُوَ خَيْرٌ لِلصَّابِرِينَ. നിങ്ങൾ പ്രതികാര നടപടിയെടുക്കുന്ന പക്ഷം നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടതുപോലെയുള്ള നടപടി കൊണ്ട് അങ്ങോട്ടും ശിക്ഷിക്കുക. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയാണെങ്കിൽ അതുതന്നെയാണ് ക്ഷമാശാലികൾക്കുത്തമം. وَاصْبِرْ وَمَا صَبْرُكَ إِلَّا بِاللَّهِ وَلَا تَحْزَنْ عَلَيْهِمْ وَلَا تَكُ فِي ضَيْقٍ مِّمَّا يَمْكُرُونَ. താങ്കൾ ക്ഷമിക്കുക. താങ്കളുടെ ക്ഷമ അള്ളാഹുവിന്റെ സഹായത്തോടെയുള്ളത് തന്നെയാണ്. അവരെപ്പറ്റി, സത്യനിഷേധികളെപ്പറ്റി ദുഃഖിക്കാതിരിക്കുക. അവരുടെ കുതന്ത്രങ്ങളെപ്പറ്റി താങ്കൾ അസ്വസ്ഥനാകുകയും ചെയ്യരുത്. إِنَّ اللَّهَ مَعَ الَّذِينَ اتَّقَوْا وَالَّذِينَ هُمْ مُحْسِنُونَ. സൂക്ഷിച്ചു ജീവിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരോ അവരോടൊപ്പമാണ് അല്ലാഹു തീർച്ച. സന്മാർഗം പ്രാപിച്ചവരെ സംബന്ധിച്ചും അവന് നല്ലതുപോലെ അറിയാം.